കവാലത്തിൻ്റെ തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്ന് പറയുന്നൊരു വലിയ ഒരു കലയുടെ ഭാഗമാണെന്നും അതൊരു സ്വതന്ത്ര കലയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. കോളേജിലെ പെർഫോമൻസ് അല്ലേ കാവാലത്തെ? അതെ, ഞങ്ങളൊരു നാടക മത്സരത്തിന് പോയി. ഫാസിൽ എഴുതിയ നാടകമാണ്. അപ്പോൾ അദ്ദേഹം ജഡ്ജായിരുന്നു. അപ്പം ഫാസിലിൻ്റെ ബെസ്റ്റ് ആക്ടർ കിട്ടി, നാടകത്തിന് നല്ല നാടകം കിട്ടി. അപ്പോൾ അദ്ദേഹം അണിയറ വന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം ഒന്ന് കാണാൻ പറയണേ, എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെയാണ് കാവാലമായിട്ട് പരിചയപ്പെടുന്നത്. പുതിയൊരു തിയേറ്റർ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള കാവാലത്തിൻ്റെ രീതികൾ നമ്മൾ ശീലിച്ച രീതിയല്ല. അവിടെ ഫാസിൽ തുടക്കത്തിൽ കുറച്ച് 1-2 നാടകങ്ങൾ അഭിനയിച്ചു. പക്ഷെ പിന്നെ ഫാസിൽ പതുക്കെ വലിഞ്ഞു. കാരണം അതിനകത്ത് അധ്വാനം വെച്ചാൽ നൃത്തമുണ്ട്, താളവാദ്യങ്ങൾ പ്രയോഗിക്കണം, പിന്നെ പാട്ട് പാടണം, ശൈലീകരിക്കപ്പെട്ട രീതിയിൽ സംഭാഷണം വേണം. അങ്ങനെ പല ഇതുകൊണ്ട് പുള്ളി പതുക്കേക്ക് വരും. ഞാനാണെങ്കിൽ എനിക്കുള്ള ഈ ജന്മവാസനകളും അല്ലാതെ ആർജിച്ച് കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള എൻ്റെ കുറേ കലയിലുള്ള എൻ്റെ ഒരു കൗശലം അല്ലെങ്കിൽ ഒരു വൈവിധ്യം എന്തായാലും ഇതൊക്കെ സമഗ്രമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന സ്ഥലം എന്നുള്ളതാണ് കാവാലത്തിൽ തിയേറ്റർ എനിക്ക് കിട്ടിയൊരു. എല്ലാത്തിൻ്റെ ഭാവങ്ങൾ കൊടുക്കണം.